കാക്കനാട് കളക്ട്രേറ്റിൽ നിന്നും 800 മീറ്റർ മാത്രം ദൂരത്തിലായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളൊരു വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് 800 മീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ട്, 500 മീറ്ററാണ് ദൂരം വരുന്നത്. അപ്പോൾ പ്രോപ്പർ കാക്കനാട് തന്നെയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2250 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂം പ്ലസ് ഒരു സ്റ്റഡിയും കൂടി കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കോമ്പൗണ്ടിനകത്ത് തന്നെയായിട്ട് 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കിട്ടുന്നുണ്ട്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അഞ്ച് മീറ്റർ കൂടുതൽ വീതിയുള്ള റോഡാണ് ഇതിൻ്റെ ഇൻറ്റേർണലായിട്ട് വന്നുള്ളത്. ഡ്രൈനേജ് സൗകര്യം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഫോൾഡ് ചെയ്യുന്ന രീതിയിലും സ്ലൈഡ് ചെയ്യുന്ന രീതിയിലും ഗേറ്റ് വന്നിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു വിക്കറ്റ് ഗേറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. അത് പ്രധാന ഡോറിന് മുന്നിലായിട്ടാണ്. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വടക്കോട്ടാണ്, നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന വീടും കൂടിയാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് ഇതിന് വെല്ല് വന്നുള്ളത്. ഫ്രണ്ടിലേക്ക് വരാം, ഈസ്റ്റ് സൈഡിലേക്ക് വരാം. അപ്പോൾ നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അപ്പം നല്ലൊരു കിണർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈസ്റ്റ് സൈഡ്. ഇവിടെ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൗത്ത് സൈഡിൽ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് വരാം. വലിയൊരു വാഹനം നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒന്നല്ല 2 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് നമുക്കിവിടെ. ഇനി നമ്മൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടെ ഒരു ടാപ്പ് പോയിൻ്റ് വരുന്നുണ്ട്, പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഇവിടെ ഭംഗിയായിട്ട് ഷീറ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാർ പാർക്കിംഗ് ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ബാക്കിലായിട്ട് നല്ലൊരു മാവുണ്ട്, വലിയ മാവാണ്. ഇതൊരു തണലും കൂടിയാണ് നമുക്ക്. ഇവിടെ മെറ്റലാണ് വിരിച്ചുള്ളത്. ധാരാളം ചെടികൾ വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് കാർ പാർക്കിംഗ് സ്പേസിലും ഇറങ്ങി വരുന്ന സ്പേസിലും ടൈലാണ് വീടിൻ്റെ ഫ്രണ്ടിൽ പാകിയിട്ടുള്ളത്. ചുറ്റും മെറ്റൽ വിരിച്ചിരിക്കുകയാണ്. ഈ സൈഡിലും അതായത് ജനൽ വരുന്ന ഭാഗങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ചെടികൾ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്ക് വരികയാണ്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ്. 2 സൈഡിലേക്കും പടവുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോർത്തിലേക്കും പിന്നെ ഒന്ന് ഈസ്റ്റിലേക്കും വെച്ചിട്ടുണ്ട്. നേരെ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. പ്രധാന ഡോറുകളും ഫ്രണ്ടിലത്തെ എല്ലാ കഥകളും വന്നിരിക്കുന്നത് ടീക്കൂട്ടിലാണ്. നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള മരത്തിലാണ് ഇതിൻ്റെ പ്രധാന ഡോർ കൊടുത്തുള്ളത്. ടീക്കൂട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഡോറായിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വടക്കോട്ടാണ്. ഡോറ് ഫേസ് ചെയ്യുന്നത് വടക്കോട്ടാണ്. അതിവിശാലമായുള്ളൊരു ലിവിങ് സ്പേസാണ്. താഴെ കൊടുത്തിരിക്കുന്ന ടൈല് നല്ല ഗ്ലോസി ഡിസൈനുള്ള ടൈലാണ്. ഒരു ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിലുള്ള ടൈലിൻ്റെ ഡിസൈൻ വരുന്നുണ്ട്. ഇത് കൂടാതെ ഫാസ്റ്റ് സീലിങ്ങിൽ LED ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ലിവിങ് സ്പേസിലുണ്ട്. അപ്പോൾ വലിയൊരു TV ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഫൈബർ ലാമിനേഷൻ വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിവിശാലമായുള്ളൊരു ലിവിങ് സ്പേസ്, അതും നോർത്ത് ഈസ്റ്റ് കോർണറിൽ. ഇനി നമ്മൾ ഇതിൻ്റെ ഡൈനിങ് സ്പേസിലേക്ക് പോവുകയാണ്. കയറി വരുന്ന ഭാഗത്തേക്ക് ഒരു സെപ്പറേഷൻ വർക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻഡോർ പ്ലാന്റ്സ് കൊടുക്കാവുന്നതാണ്. ഇത് കൂടാതെ സ്ട്രെയിറ്റ് പ്രധാന ഡോറിന് മേലെയായിട്ടും ഫാസ്റ്റ് സീലിംഗ് വർക്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്കാണ് കൊടുത്തുള്ളത്. LED ലൈറ്റിലും ഫൈബർ ലാമിനേഷൻ വർക്കാണ്. വുഡിൻ്റെ ഒരു ടെക്സ്ചർ ഡിസൈനാണ് മേലെയും കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസ് കൊടുത്തുള്ളത്. 6 ചെയറിൻ്റെ 8 ചെയറിൻ്റെ ടേബിൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സാണ് കൊടുത്തുള്ളത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൗണ്ടർ ടൈപ്പ് വാഷ് ബേസിനാണ് വന്നുള്ളത്. ഇനി ഇവിടെ മിററും ലൈറ്റും വരാനുണ്ട്. ഇനി സ്റ്റെയറിനടി ഭംഗിയായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഇൻവെർട്ടറും മറ്റുമൊക്കെ ഈ സ്പേസിൽ യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്.
കിച്ചണിലേക്ക് വരാം. ഓപ്പൺ കിച്ചണായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കയറി വരുന്ന എൻട്രൻസിന് ഫ്രണ്ടിലായിട്ട് ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഒരു യു ഷേപ്പിലാണ് കിച്ചൻ്റെ സ്ലാബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കയ്യെത്തുന്ന ദൂരത്തെല്ലാം കബോർഡുകളും കൊടുത്തിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനലാണ് എന്നുള്ളത്. കിഴക്കോട്ട് പാചകം ചെയ്യുന്ന രീതിയിൽ ഫുഡും ഹോബൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വരുന്നുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. അപ്പോൾ കിച്ചൺ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമുക്കൊരു വർക്ക് ഏരിയയുടെ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ അത്രയും സ്പേസ് ആയിട്ടുള്ള നമുക്ക് കിച്ചൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും ഒരു എൽ ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ടാപ്പ് വരുന്നുണ്ട്. കയ്യെത്തുന്ന ദൂരത്തെല്ലാം കബോർഡും വരുന്നുണ്ട്. ഇവിടെയായിട്ട് വേണമെങ്കിൽ നമുക്കൊരു ഡിഷ് വാഷറും മറ്റുമൊക്കെ വയ്ക്കാവുന്നതുമാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങാം. സൗത്തിലേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ ഒരു സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നടക്കാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡിൽ. സൗത്ത് സൈഡിലേക്ക് ഹെഡ് പൊസിഷൻ വരുന്ന രീതിയിൽ നമുക്ക് ബെഡ് അറേഞ്ച് ചെയ്യാവുന്നതാണ്. എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഫാൻ വരുന്നുണ്ട്. നേരെ നമുക്ക് ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു നല്ല ഡ്രസ്സിങ് ടേബിളൊക്കെ കൊടുക്കാവുന്നതാണ്. അതിനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. പെഡസ്റ്റൽ ടൈപ്പിലുള്ള വാഷ് ബേസിൻ, ഇനി മിററും ലൈറ്റും മാത്രമേ ഉള്ളൂ. ജാങ്കോൻ്റെ ഒരു ഡയവേറ്റർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. മേലെയായിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വരുന്നുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. PVC ഡോറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമാണുള്ളത്. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതാണ് നോർത്ത് സൈഡ്, ഇത് വെസ്റ്റ് സൈഡാണ്. ഏകദേശം 14 അടി നീളവും 10 അടി വീതി ഇതിനുമുണ്ട്. മേലെ ഫാന് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ബെഡ്റൂമിൻ്റെ അകത്ത് TV വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് നേരെ ബാത്റൂമിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടെയും ഡ്രസ്സിങ് ടേബിൾ ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ജാഗോൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇവിടെയായിട്ട് ഇനി വാഷ് ബേസ് വരാനുണ്ട്. മിക്സർ കൊടുത്തിട്ടുണ്ട്. ഡയവേറ്റർ, റെയിൻ ഷവർ, അതുപോലെ തന്നെ ഹാങ്ങിങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്. അപ്പം ബാത്റൂം എല്ലാം ക്വാളിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിലാണ്. നാനോ ടൈലാണ് ഇവിടുത്തുള്ളത്. ഗ്രിപ്പുള്ളൊരു ടൈല് വന്നിട്ടുണ്ട്. അപ്പോൾ നേരെ മേലേക്ക് കയറാം. സ്റ്റീലിൻ്റെ ഹാൻഡിൽ തന്നെയാണ് ഇവിടെ വന്നുള്ളത്. ഒന്ന് കയറി ലാൻഡ് ചെയ്തിട്ട് വീണ്ടും കയറുന്ന രീതിയിലാണ്. ഈസ്റ്റ് സൈഡിലും സൗത്ത് സൈഡിലും പെർഗോളാസ് വന്നിട്ടുണ്ട്. നേരെ മേലേക്ക് വരാം. വിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. അപ്പർ ലിവിങ് സ്പേസിലും ഫാൻ കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 15 അടി നീളം 10.5 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ബാത്ത് അറ്റാച്ച്ഡ് റൂമും കൂടിയാണ്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം വന്നുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഇതും 15 അടി നീളവും 11 അടി വീതിയും വരുന്നുണ്ട്. ഫാൾ സീലിംഗിൽ ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം വലിപ്പമുള്ള ബെഡ്റൂം കൂടിയാണ്. ഇത് വരുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. ഇവിടെ ഡ്രസ്സിങ് ടേബിൾ കാര്യങ്ങളെല്ലാം കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. വാഷ് ബേസിൻ, ഡയവേറ്റർ, ഹാങ്ങിങ് ക്ലോസറ്റ് എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. കബോർഡുകളെല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഇപ്പം വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 4 ബാത്ത് അറ്റാച്ച്ഡ് റൂമും 1 സ്റ്റഡി റൂമുമായിട്ടാണ് ചെയ്തുള്ളത്. ഇതിനെ സ്റ്റഡി റൂം ആക്കുമോ, അല്ലെങ്കിൽ ഓഫീസ് റൂം ആക്കുമോ, അല്ലെങ്കിൽ TV സ്പേസ് ആക്കുകയൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ്. ഹോം തിയേറ്ററിനുള്ള സ്പേസൊക്കെ നമുക്ക് ഇവിടെയുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നു മാറ്റ് വുഡിൻ്റെ ടെക്സ്ചർ ടൈലാണ്. ടീ വുഡിൻ്റെ ഡിസൈനിലാണ് ടൈല് കൊടുത്തിരിക്കുന്നത്. ഫാൾ സീലിംഗിൽ പ്രൊഫൈൽ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു സ്റ്റഡി ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കൊന്ന് പോവാം. ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ട് ടാപ്പ് പോയിൻ്റ്, പവർ പോയിൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. അപ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെയുണ്ട്. താഴെ 2x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. അപ്പം സ്കിഡ് ചെയ്യാത്ത നല്ല ഗ്രിപ്പുള്ള ടൈല് നമുക്ക് താഴെ കിട്ടുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നേരെ ബാൽക്കണിയിലേക്ക് വരാം.
ബാൽക്കണിയിലേക്കാണ് വരുന്നത്. നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ബാൽക്കണി ഉണ്ട്. കവേർഡ് ബാൽക്കണിയാണ്. ഒരു ഊഞ്ഞാലും മറ്റൊക്കെ തൂക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ ടഫ് ആൻഡ് ഗ്ലാസ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പം മനോഹരമായുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പ്രോപ്പർ കാക്കനാട് തന്നെയായിട്ട് പ്രൈം ലൊക്കേഷനിലുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടുന്ന് കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റൽ 800 മീറ്റർ, നൈപുണ്യ സ്കൂൾ 800 മീറ്റർ, അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സ്കൂളുകളും വളരെ അടുത്ത് തന്നെയാണ്. സീപോർട്ട് എയർപോർട്ട് റോഡ് വളരെ അടുത്താണ്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2250 സ്ക്വയർ ഫീറ്റിൻ്റെ 4+ സ്റ്റഡിയാണ്, പ്ലസ് ഒരു യൂട്ടിലിറ്റി സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട്. ഇതിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് 1,65 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളാണ്. എല്ലാം ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ മടിക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.